വീഡിയോ എടുക്കാം. കുന്നേന്ന് ഇത് പറയാൻ പറഞ്ഞോ. പാടി പ്രകൃതി മനോഹരമായ ദൃശ്യവിസ്മയമുള്ള സ്ഥലം. മുത്തപ്പൻ്റെ സ്വന്തം പാടി. ഇവിടെ നിന്നാണ് മുത്തപ്പൻ ശ്രീ പറശ്ശിനിക്കടവിലേക്ക് പോയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. മുത്തപ്പൻ്റെ കുന്നത്തൂർ പാടിയിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കൾ ഒന്നിച്ചാണ് ഞാനുള്ളത്. നമ്മുടെ യോഗേന്ദ്രനാഥ് യോഗി, സുധീർ KP, കൂടെ ഞാനും. നമ്മുടെ 2ാം വർഷ യാത്രയാണ് കുന്നത്തൂർ പാടിയിലേക്ക് നമ്മൾ നടത്തുന്നത്. മനോഹരമായ പ്രകൃതി, തണുപ്പ്, പുറത്ത് ചൂടാണെങ്കിലും കുന്നത്തൂർ പാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പും ഒരു മടുപ്പും തോന്നാത്ത നമ്മുടെ ഔഷധ സസ്യങ്ങളാൽ നിറഞ്ഞ പാടിയിലേക്ക് എല്ലാവരും ശ്രീ മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് വരിക. എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുന്നത്തൂർ പാടി ഫോറസ്റ്റിലേക്ക് അറിയുന്നു. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് എത്ര പേർ എത്തുന്നത് നമ്മൾ നോക്കിയാണ് ഒരു പരീക്ഷണം. അപ്പോൾ 3 ആളുണ്ട്. പിന്നെ കുറേ ആൾ അടിയിടയിൽ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഭവം മേലെ അറിയില്ല. അപ്പോൾ ഒരാളിപ്പോൾ ചോദിച്ചാലും പറഞ്ഞ് മുകളിലോളം പോകാനാവില്ല. എന്താ വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട്. വലിയ കുന്നും മലയെല്ലാം. എന്നാലും നമ്മൾ ആവുന്നത്ര പോവും. ചില ഒരു പ്രതീക്ഷയിലാണ് നടക്കുന്നത്. നോക്കട്ടെ. നമ്മളെ സുഹൃത്തുക്കൾ മല കയറി വരുന്നുണ്ട്. ഒരാൾ അഭിലാഷ് വടിയെല്ലാം കുത്തിയിട്ട് ആകെ ക്ഷീണിതനായി. അപ്പോൾ വടി കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷീണമുണ്ടോ വേണമെന്ന് അവനോട് ചോദിച്ചറിയാം. ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ല. ഇല്ലപ്പാ. വടി എന്ന് പറഞ്ഞ ഒരു കരുതലാണ്. വന്യമൃഗങ്ങളുടെ കാടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കരുതേണ്ടതാണ് വടി. സ്വയം രക്ഷ. അതിന് ഭാഗമായിട്ടാണ് ഈ വടി കരുതിയത്. മറ്റാൾ പിന്നെ അതാ നടന്നു വരുന്നുണ്ട്. ഫോണിലാണ്. അപ്പൊ ഇങ്ങനെ ഏകദേശം ഒന്ന് കയറി നോക്കട്ടെ. എത്ര പോലെ ആവുന്നത്ര കയറാമെന്നില്ല പ്രതീക്ഷ. അനുഗ്രഹം ഉണ്ടങ്ങോട്ട് അല്ലേ? പാടി നമ്മ ആവുന്നത്ര കയറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇല്ല പറഞ്ഞോ. അയാള് ഏറ്റവും കൂടുതൽ അർമാദിച്ച ഏരിയ ഇത്. എത്രത്തോളം നടക്കാൻ പറ്റുമോ അത്രത്തോളം ഇങ്ങനെയൊക്കെ ആഘോഷമാണ്. അപ്പൊ ഇവിടെ പൈപ്പിലെ ഓസിലാണ് വെള്ളം വരുന്നത്. ഓസിലാണ് നല്ല ശുദ്ധമായ തണുത്ത വെള്ളം പൊന്തിച്ച് പിടിച്ചിട്ടുണ്ട്. ഈ ഓസിലൂടെയാണ് വെള്ളം ഉള്ള ആവശ്യങ്ങൾക്ക്, അവരെ അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്കും മറ്റും വരുന്നത്. അതുകൊണ്ട് ഏറ്റവും മരുന്ന് ഇതാണ്ട നല്ലതാ. മരുന്ന് ഇലഞ്ഞിയാണ്. ഇലഞ്ഞി വരാൻ തണുപ്പ്, അതിന്റെ പൂക്കൊക്കെ മണം. ഇതാ കായല്. പക്ക കാട്ടിന്റെ ഉള്ളിലാവുന്നില്ല. ഇത് നമ്മളെ ഓടയാണ്. നല്ല കൂട്ടിയൊക്കെ പണിയുന്ന ഓടയാണ്. ഓട വൻമരങ്ങൾ 3 കഷ്ണമായിട്ടാണ് എടുക്കുന്നത്. വൻമരങ്ങളുടെ വലിയ ശ്രേണി. അതുതന്നെ ഈ കുന്നത്തൂർ പാടിയിൽ ഉണ്ട്. കരിങ്കല്ലുകളുടെ മായാലോഹം അല്ലേ? ഇത് വളക്കൂറുള്ള മണ്ണാണ്. കരിങ്കല്ലിൻ്റെ ഇടയിലൂടെ മരങ്ങളെ വേരുകൾ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് വൻ മരങ്ങൾ കണ്ടില്ലേ? ഇതുണ്ടോ നമ്മളെ കാട്ടുചെടികളൊക്കെ വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ പടർന്ന് കയറി. പനകൾ മുത്തപ്പൻ്റെ പ്രിയപ്പെട്ട സാധനമാണ്. എന്താ വെച്ചാൽ പന കയറിയിട്ടാണ് മുത്തപ്പൻ അന്നന്ന് കള്ളുടിക്കുന്നത്. അല്ലാണ്ട്
ആരും ആ കാലഘട്ടത്തിൽ ആരും മുത്തപ്പൻ ബീവറേജിൽ പോയിട്ടോ പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ടൊന്നും കള്ളു കുടിക്കുന്ന ആളല്ലല്ലോ. അല്ലാത്തോണ്ട് അന്ന് കേരള ഗവൺമെന്റ് ഇല്ലാത്തോണ്ടായിരിക്കണം. പക്ഷെ സാധനം ഉണ്ടായി. ടൂറെല്ലാം ഉണ്ട് ആളുകളെ. ആ ഏലാണ്ട് ഏലാവേ. പ്രിയ സുഹൃത്തുക്കളെ, കുന്നത്തൂർ പാടിയുടെ ഏറ്റവും ടോപ്പിലാണ് മില്ല്. ഇതാ രണ്ടാളുണ്ട്. ഏറ്റവും ടോപ്പിൽ വന്ന ഏറ്റവും ടോപ്പിൽ അതിസാഹസികമായിട്ടാണ് ഇവിടെ എത്തിയത്. സാഹസികം എന്നൊന്നും പറഞ്ഞറിയിക്കാനാവില്ല അത്രയും. കാരണം എല്ലാം ജീവൻ വരെ പണയം വെച്ച് കയറി കയറ്റാണ്. ഇത് ശരിക്കും നിരപ്പായ സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇവിടെയെല്ലാം സാധാരണ നിരപ്പായ സ്ഥലം. വലിയൊരു പാറയുണ്ട്. പാറയുടെ എഴുത്തുകളിലുണ്ട്. സംഭവം തന്നെ കുറേ കൊല്ലം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര ഈ പാറയുടെ മേലെ കയറിയില്ല. ഏറ്റവും ടോപ്പ് അടിപൊളി പാറ കണ്ടാ. വലിയ പാറയത്. യിലൂടെയുള്ള ബോട്ട് യാത്ര വിനോദസഞ്ചാരികൾ പുഴയിലേക്ക് പിടിച്ചിട്ട് പോകല്ലേ അല്ല.